പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫങ്ഷൻസ് ആണ്. സി ഫങ്ഷൻസ്. ഓക്കെ, ഞാൻ ഷെയർ സ്ക്രീൻ ചെയ്യാം. കാണാലോ അല്ലെ? ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ സി ഫങ്ഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഫങ്ഷൻസ് എന്താണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കിയിരിക്കാം. ഫങ്ഷൻസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കാം. ഫങ്ഷൻ എങ്ങനെയാണ് കോൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇതില് സി ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. എന്തുകൊണ്ടാണ് നമ്മൾ ഫങ്ഷൻസ് സിയിൽ യൂസ് ചെയ്യുന്നത്, അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. എന്താണ് ഫങ്ഷൻസ് എന്ന് ഫസ്റ്റ് നോക്കാം. അപ്പം നമ്മൾ ഈ ലാർജ് കോംപ്ലക്സ് പ്രോഗ്രാമുകളെ നമ്മൾ എന്ത് ചെയ്യും, സ്മോൾ പീസസ് ആയിട്ട് അല്ലെ ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ട് നമ്മൾ തിരിക്കും. ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ട് തിരിക്കും. ഓക്കെ, ഒരു ലാർജ് പ്രോഗ്രാമിനെ ആയിട്ട് എന്ത് ചെയ്തു, ലാർജ് പ്രോഗ്രാമിനെ സിമ്പിൾ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു ഫിനോമിനെ അല്ലെങ്കിൽ ആ ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫങ്ഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് we can divide a large program into basic building blocks, that is known as functions. Okay, എപ്പോഴും ഫങ്ഷൻസിനകത്ത് സെറ്റ് ഓഫ് പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റുകൾ എൻക്ലോസ് ചെയ്തിരിക്കും. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് ഒരുപാട് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റുകൾ നമ്മളിങ്ങനെ എന്ത് ചെയ്യും, ബ്രാക്കറ്റ്സിൽ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഫങ്ഷൻസിനെ നമ്മൾ കോൾ ചെയ്യുന്നത്. അപ്പൊ ഫങ്ഷൻസിന് നമ്മൾ നോർമലി മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് റീയൂസ് ചെയ്യാം, അതുപോലെ മോഡിഫൈ ചെയ്യാം. ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഒരു പ്രോഗ്രാമിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് സെപ്പറേറ്റ് ഫങ്ഷൻസ് ആയിട്ട് ഒരു കോംപ്ലക്സ് പ്രോഗ്രാമിനെ നമ്മൾ സെപ്പറേറ്റ് ഫങ്ഷൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സപ്പോസ് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല പല സിമ്പിൾ കേസസ് ആയിട്ട് അല്ലെ സിമ്പിൾ പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സി ഫങ്ഷൻസ് കേട്ടോ. ഈ ഫങ്ഷൻസിനെ നമ്മൾ പ്രൊസീജിയർ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഗ്രാമിങ്ങിലൊക്കെ നമ്മൾ സാധാരണ ചില ഫങ്ഷൻസ് ഒക്കെ പ്രൊസീജിയർ ഫങ്ഷൻസ് അല്ലെ പ്രൊസീജിയർ അല്ലെങ്കിൽ സബ് റൊട്ടീൻ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഇതിന്റെ ലോജിക്കൽ കോഡ് നമ്മൾ ഒരു കോംപ്ലക്സ് പ്രോഗ്രാമിനെ പല പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എന്താണ് നമുക്ക് ഈസി ആയിട്ട് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഒന്നാമത്തെ കാര്യം. രണ്ട്, ആ കോഡിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ പ്രോഗ്രാം ഉണ്ട്, അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നമുക്ക് അതിലേർക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യം. പിന്നെ ഓരോ പോർഷനെയും ഓരോ ഫംഗ്ഷൻസിനെയും നമ്മൾ സെപ്പറേറ്റ് കോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്കൊരു സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് എടുക്കണം. ആ സ്റ്റുഡന്റ് ഡീറ്റെയിൽസിൽ എനിക്ക് എപ്പോഴും സ്റ്റുഡന്റിന്റെ ഓൾ ഡീറ്റെയിൽസ് വേണ്ട. ഞാൻ അതിനകത്ത് സ്റ്റുഡന്റ് ഡീറ്റെയിൽസിനകത്ത് സ്റ്റുഡന്റ് നെയിം, സ്റ്റുഡന്റ് റോൾ നമ്പർ, രജിസ്റ്റർ നമ്പർ, അഡ്മിഷൻ നമ്പർ, മാർക്സുകൾ, ഓരോ ടേമിൽ കിട്ടിയ മാർക്കുകൾ, ഇങ്ങനെയെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അറ്റ് എ ടൈമിൽ എനിക്ക് പിന്നീട് ആവശ്യം വരുമ്പോൾ എനിക്ക് ഈ സ്റ്റുഡന്റ് നെയിമും ടോട്ടൽ മാർക്കും ഇപ്പൊ എത്രയാണ് ആ ടോട്ടൽ ആവറേജ് മാർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സെപ്പറേറ്റ് ആ ഫംഗ്ഷനെ മാത്രം കോൾ ചെയ്താൽ മതി. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെ നമ്മൾ എപ്പോഴും ഓർക്കുക, ഒരു ഫംഗ്ഷൻസ് എന്ന് പറയുന്ന മൾട്ടിപ്പിൾ യൂസേജ് ഉണ്ട് ഫംഗ്ഷൻസിന്. അത് നമ്മൾ നോർമൽ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഡിക്ലെയർ ചെയ്യുമ്പോഴും നമുക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിക്കോളും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്യുക? ഈ ഫംഗ്ഷൻ നമുക്ക് രണ്ട് ടൈപ്സ് ആണുള്ളത്. മെയിൻലി ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന രണ്ട് രീതിയിലാണ്, 2 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ പറയും ലൈബ്രറി ഫംഗ്ഷൻസ് ആണ്. ലൈബ്രറി ഫംഗ്ഷൻസ് ആണ്. ഇത് നമ്മൾ ഡീഫോൾട്ട് ഫംഗ്ഷൻ ആണ്. അതായത് നമ്മൾ സെറ്റ് ചെയ്യുന്നതല്ല, നോർമലി പ്രോഗ്രാം ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തന്നെയാണ് ലൈബ്രറി ഫംഗ്ഷൻ. ഇതിനെ നമ്മൾ എന്ത് പറയും, നോർമലി ബിൽഡിംഗ് ബ്ലോക്സുകൾ എന്നൊക്കെ പറയും. അതിനെ നമ്മൾ ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് വിളിക്കും. ഓക്കെ, ഇതില് സി ഹെഡർ ഫയൽ വെച്ചിട്ടായിരിക്കും ഇത് നമ്മൾ റൺ ചെയ്യണേ, സി ഹെഡർ വെച്ചിട്ട്. അതായത് ഇപ്പൊ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് iostream.h, ഹാഷ് ഇൻക്ലൂഡ് conio.h ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കില്ലേ. ഈ ഹെഡർ ഫയലിനകത്ത് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ്, ലൈബ്രറി ഫംഗ്ഷൻസ് കിടക്കുന്നത് ഇങ്ങനെയുള്ളതിനകത്താണ്. ഇപ്പൊ സപ്പോസ് നമ്മൾ stdio.h കൊടുക്കുന്നുണ്ട്, ഹാഷ് ഇൻക്ലൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ stdio.h അല്ലെ, stdio.h കൊടുക്കുന്നുണ്ട്. ഈ io.hന്റെ ബേസിസിൽ വരുന്ന സാധനമാണ് എന്ത്, സ്കാൻഎഫ്,
പ്രിന്റ് എഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നില്ലേ, പ്രിന്റ് എഫ് ഇതൊക്കെയാണ് പറയുന്നത്. പുട്സ് ഇന്നലെ നമ്മൾ പറഞ്ഞ കീവേഡ്. പിന്നെ ഗെറ്റ്സ് അല്ലെ, പിന്നെ ഉള്ളത് മെയിൻ ഫങ്ഷൻസ്, പിന്നെ ഉള്ളത് ഫ്ലോർ ഫങ്ഷൻ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞ കുറെ ഫങ്ഷൻസുകൾ ഉണ്ട് ഇതിന്റെ അണ്ടറിൽ. അപ്പൊ ഈ കീവേഡ് നമ്മൾ കൊടുക്കുമ്പോഴേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇനിയിപ്പോ നമ്മൾ നോക്കിക്കോ, ഈ കീവേഡുകളൊക്കെ കൊടുത്ത് നമ്മളൊരു ഒരു ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷൻ ഉണ്ടാക്കി, ബട്ട് ഈ ഹാഷ് ഇൻക്ലൂഡ് നമ്മൾ അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം റൺ ആവില്ല. മനസ്സിലായില്ല? അവിടെ ഹെഡർ ഫയൽ അപ്ലൈ ചെയ്യാൻ പറയും നമ്മളോട്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഫംഗ്ഷൻസിന് ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻസ് ആണ് ലൈബ്രറി ഫംഗ്ഷൻസ്, വിച്ച് ആർ ഡിക്ലെയർ ഇൻ ദ സി ഹെഡർ ഫയൽ. കേട്ടോ? അങ്ങനെയുള്ളതിനാണ് നമ്മൾ ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് വിളിക്കുക. സെക്കൻഡ് നമ്മൾ പറയുന്നത് യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് ആണ്. ഇത് നമുക്കറിയാലോ, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് എന്ന് പറയാം. ഓക്കെ, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നോർമൽ കേസിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു യൂസർ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമറിന് അദ്ദേഹത്തിന്റെ ഇതിനനുസരിച്ച്, ലോജിക്കിനനുസരിച്ച് നമുക്ക് ഫംഗ്ഷൻസ് സെറ്റ് ചെയ്യാം. അതെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കോംപ്ലക്സിറ്റി, ഒരു പ്രോഗ്രാമിന്റെ ഒരു ബിഗ് പ്രോഗ്രാം ആണെങ്കിൽ ആ പ്രോഗ്രാമിന്റെ കോംപ്ലക്സിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസുകൾ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ വോയിഡ് കീവേഡ് യൂസ് ചെയ്തിട്ടാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. വോയിഡ് കൊടുക്കും, അതിന് ഫംഗ്ഷന്റെ പേര് കൊടുക്കും. ഇപ്പൊ ഹലോ എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഹലോ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുക്കും, ഒരു ബ്രാക്കറ്റ് കൊടുക്കും. ബ്രാക്കറ്റിൽ എന്താണോ നമുക്ക് കൊടുക്കാനുള്ള സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ അവിടെ കൊടുക്കുക. ഇപ്പൊ പ്രിന്റ് ഹലോ എന്നാണെങ്കിൽ ഹലോ സി പ്രോഗ്രാമിംഗ് എന്നാണെങ്കിൽ പ്രിന്റ് ഹലോ സി പ്രോഗ്രാമിംഗ് എന്ന് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഈ ഹലോ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഫംഗ്ഷന്റെ പേര്. കണ്ടല്ലോ, വോയിഡ് ഹലോ. കണ്ടോ? അപ്പൊ വോയിഡ് കീവേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഹലോ എന്ന് പറയുന്ന ആ ഫംഗ്ഷന്റെ പേരാണ്. അതിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്ത് വരുന്നത് ഹലോ സി പ്രോഗ്രാമിംഗ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത. ഇങ്ങനെ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോർമലി നമുക്ക് ഇത് പല രീതിയിലും ചെയ്യാം. ഇനി ഗെറ്റ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എടുക്കാം. ഫ്ലോട്ട്, ഇപ്പൊ ഗെറ്റ് ഫംഗ്ഷൻ കൊടുത്തിട്ട് ചുമ്മാ റിട്ടേൺ 10.2 നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ചുമ്മാ സിമ്പിൾ ആയിട്ട്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ വോയിഡ് കീവേഡ് മാത്രമല്ല, ഇന്റ് ഉപയോഗിക്കാം, അവിടെ ഫ്ലോട്ട് ഉപയോഗിക്കാം. നമുക്ക് ഏത് രീതിയിൽ വേണേലും ഇതിനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ നോർമൽ കേസിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ, അതിനെ ജസ്റ്റ് എന്ത് ചെയ്യുക, വോയിഡ് ഹലോ അങ്ങനെ വിളിച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പം ഇനി നമ്മൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന പല രീതിയുണ്ട്. അപ്പൊ ഫംഗ്ഷൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറയുവാണെങ്കിൽ, എന്താ, ഇപ്പം സപ്പോസ് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുവാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ നമുക്ക് ഒരു നെയിം പ്രിന്റ് ചെയ്യണം. അപ്പൊ നെയിം പ്രിന്റ് ചെയ്യണ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിനകത്ത് നോർമൽ കേസിൽ ഞാൻ ഇങ്ങനെ കൊടുത്തു, ഹാഷ് ഇൻക്ലൂഡ് stdio.h. ടൈപ്പ് ചെയ്യുന്നുണ്ടോ? അത് ഞാൻ ബോർഡ് ഒന്ന് സ്റ്റക്ക് ആയിരിക്കും, ഇപ്പൊ ടൈപ്പ് ചെയ്യാവേ, ഒരു മിനിറ്റ്. റീസ്റ്റാർട്ട് കൊടുത്തോണ്ട്. അപ്പം ഹാഷ് ഇൻക്ലൂഡ് stdio. ഞാനൊരു ഹെഡർ ഫയൽ കൊടുത്തു. പിന്നെ ഞാൻ ഇങ്ങനെ കൊടുക്കുവാണ്, വോയിഡ് എന്താണ്, ഇപ്പൊ കാണുന്നുണ്ടോ അശ്വത്? ഒരു മിനിറ്റ്, നിങ്ങളോട് ഷെയർ ചെയ്യും. ഇപ്പൊ കാണാവോ? ബോർഡ് കാണാവോ? കാണാം. ഓക്കെ, അപ്പൊ ഹാഷ് ഇൻക്ലൂഡ് stdio ഒരു ഹെഡർ ഫയൽ കൊടുത്തു. എന്നിട്ട് വോയിഡ് പ്രിന്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. എന്താണ്? വോയിഡ് പ്രിന്റ് കേട്ടോ. എന്നിട്ട് ഞാൻ അതിന്റെ താഴെ ഞാൻ ഇങ്ങനെ വേറൊരു ഫംഗ്ഷൻ പേര് കൊടുത്തു, വോയിഡ് മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ വോയിഡ് മെയിനകത്ത് പ്രിന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു, ഹലോ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നെക്സ്റ്റ് കേസിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഫംഗ്ഷനെ മുമ്പേ നമ്മൾ കൊടുത്തു വെച്ചിരിക്കുന്ന ഫംഗ്ഷനെ ആ വോയിഡ് മെയിൻ ഫംഗ്ഷനകത്തേക്ക് കൊടുത്തു. പിന്നെ ഒരു കാര്യം കൂടി, നമ്മളിപ്പോ എത്ര ഫംഗ്ഷൻ ഒരു പ്രോഗ്രാമിൽ ഉപയോഗിച്ചാലും അതില് ഈ മെയിൻ ഫംഗ്ഷന് ഇല്ലേ, മെയിൻ ഫംഗ്ഷൻ എപ്പോഴും അറിയാമായിരിക്കണം. മെയിൻ ഫംഗ്ഷൻ അറിയാത്ത ഒരു ഫംഗ്ഷനെയും നമുക്ക് ഒരു പ്രോഗ്രാമിൽ കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ ഫംഗ്ഷൻസ് കൊടുക്കുന്നത് വോയിഡ് പ്രിന്റ് നെയിം, അങ്ങനെ നമ്മൾ ആദ്യം ഒരു പ്രിന്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ കൊടുത്തു വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഫംഗ്ഷൻസിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം സാധാരണ രീതിയിൽ?
വോയിഡ് മെയിൻ കൊടുത്തു. ആ ഫംഗ്ഷൻസിനെ ഞാൻ ആ മെയിൻ ഫംഗ്ഷൻസിലേക്ക് കോൾ ചെയ്തു. ഒരു മിനിറ്റ്, ഞാൻ ഈ ബോർഡ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് കാണിക്കാവേ. ക്ലോസ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മള് ഫംഗ്ഷൻസ് എപ്പോഴും കൊടുക്കുമ്പോൾ നമ്മൾ അതിനെ എത്ര ഫംഗ്ഷൻസ് വേണേലും ഒരു പ്രോഗ്രാമിൽ കൊടുക്കാം. കാണാലോ അല്ലേ അശ്വത്തെ? നോക്കിക്കോ കേട്ടോ. നോക്കിയോ, ഹാഷ് ഇൻക്ലൂഡ്, ഇത് കണ്ടോ, ഹാഷ് ഇൻക്ലൂഡ് stdio.h കണ്ടോ, കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വോയിഡ് പ്രിന്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഞാൻ ചുമ്മാ ഡിഫൈൻ ചെയ്യണം, പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഞാൻ കൊടുത്തു. ക്ലിയർ ആയല്ലോ? അതിനുശേഷം അതിന് താഴെ ഞാൻ വോയിഡ് മെയിൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൊടുക്കുവാണേ. വോയിഡ് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ഇല്ലാതെ ഒരു പ്രോഗ്രാം ഇല്ലെന്ന് നമുക്കറിയാലോ. മെയിൻ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാതെ, നമുക്ക് ഉപയോഗിക്കാതെ ഒരു ഫംഗ്ഷൻസും നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെ പറ്റില്ല, അല്ലെ? നമുക്കറിയാം മെയിൻ ഫംഗ്ഷൻ ഇല്ലാതെ നമുക്കൊരു പ്രോഗ്രാമും ഇല്ലെന്ന് നമുക്കറിയാം. അപ്പൊ മെയിൻ ഫംഗ്ഷൻ കൊടുത്തു, അതിന്റെ ബാലൻസ് ഞാൻ ഇവിടെ എഴുതുവാണ്. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. മെയിൻ ഫംഗ്ഷൻ കൊടുത്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പൊ ഇത് ഞാൻ ഒരു താൽക്കാലികമായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫംഗ്ഷൻ ആണ് കേട്ടോ ഇത്. അപ്പൊ ഈ മെയിൻ ഫംഗ്ഷനകത്ത് ഞാൻ ഇങ്ങനെ കൊടുത്തു, പ്രിന്റ് എഫ് ഹലോ. ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഹലോ എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ ആ പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അതിനകത്തേക്ക് കോൾ ചെയ്യുക. അപ്പൊ ആ പ്രിന്റ് എഫിന്റെ താഴെ പ്രിന്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് സെമിക്കോളൻ ഇത്രയും കൊടുത്തു. ആ ബോർഡ് എന്തോ ഒരു സ്റ്റക്ക് ആയി നിൽക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ കൊടുത്തു. അശ്വത്ത് എഴുതുന്നുണ്ടോ? എന്തോടാ? പ്രിന്റ് എഫ് ഹലോ കൊടുത്തു, സെമിക്കോളൻ കൊടുത്ത് ക്ലോസ് ചെയ്യുക. അതിന്റെ താഴെ പ്രിന്റ്, വെറും പ്രിന്റ് എന്ന് കൊടുക്കണേ. പ്രിന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്ന വോയിഡ് പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇല്ലേ, ആ ഫംഗ്ഷന്റെ പേരാണ് പ്രിന്റ് കേട്ടോ. ഇതുണ്ടോ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷന്റെ പേര് പ്രിന്റ്. അത് ഇങ്ങനെ കൊടുക്കാം. നോക്കിക്കേ, പ്രിന്റ് ആ ഫംഗ്ഷന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസിങ് ഇത്രയും കൊടുക്കാം. ഇത്രയും മാത്രം കൊടുക്കാം. എന്നിട്ട് ക്ലോസ് ചെയ്തു ബ്രാക്കറ്റ്. റിട്ടേൺ 0 വേണ്ടേ? ഇത് പറയാൻ റിട്ടേൺ വേണ്ട. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ വോയിഡ് നമ്മൾ ആ പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ ഞാൻ ഒന്നോടെ കൊടുക്കുവാണേ. പ്രിന്റ് ഡിഫൈൻ ചെയ്യുവാണ്. ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്നോടെ. ഇത് ശ്രദ്ധിച്ചു, ഈ കോഡം എഴുതിയിട്ട് പ്രിന്റ് എഫ് കൊടുത്തു. എന്നിട്ട് ഹായ് എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മള് ഈ മെയിൻ ഫംഗ്ഷന് മുമ്പേ കൊടുത്ത ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതാണ് മെയിൻ ഫംഗ്ഷന് മുമ്പേ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് പ്രിന്റ്. അത് നമ്മള് അതിനെ നമ്മൾ ആ സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ ഡിഫൈനിങ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പൊ ഫംഗ്ഷൻ ഡിഫൈനിങ്ങിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷനെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ആ ഫംഗ്ഷൻ നമുക്ക് എപ്പോ വേണേലും എഴുതാം. അതിനകത്ത് എന്ത് സ്റ്റേറ്റ്മെന്റ് വേണേലും നമുക്ക് കൊടുക്കാം. മനസ്സിലായോ? അപ്പൊ പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഞാൻ മുമ്പേ കൊടുത്തു വെച്ചിട്ടുണ്ട്. അതിന് താഴെ ഞാൻ മെയിൻ ഫംഗ്ഷൻ കൊടുത്തു. മെയിൻ ഫംഗ്ഷനിൽ വർക്ക് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഹലോ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ, മെയിൻ ഫംഗ്ഷൻ എപ്പോഴും നമ്മൾ ഏത് ഫംഗ്ഷൻ കൊടുത്താലും മെയിൻ ഫംഗ്ഷൻ അറിയാമായിരിക്കണം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ടെന്ന്. അതുകൊണ്ട് ആ പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ജസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ആ മെയിൻ ഫംഗ്ഷനകത്ത് ആ പ്രിന്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇങ്ങനെ എഴുതിയേക്കുന്നത്. കണ്ടില്ലേ? ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ആ മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡിക്ലെയർ ചെയ്ത ഫംഗ്ഷൻ കൊടുത്തു, വോയിഡ് പ്രിന്റ്. ആ പ്രിന്റ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് എന്ത് വരണം? നമുക്ക് ഹായ് എന്ന് വരണം. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് ഒരു ഫംഗ്ഷനെ നമുക്ക് എവിടെ വേണമെങ്കിലും പ്രോഗ്രാമിൽ കൊടുക്കാം. ബട്ട് ഒരു കണ്ടീഷനേ ഉള്ളൂ. എന്താ കണ്ടീഷൻ അവിടെ? അത് മെയിൻ ഫംഗ്ഷൻ അറിയാമായിരിക്കണം. ഇനി നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ കൊടുക്കുന്ന എന്ത് വേണേലും നമുക്ക് ഒരു ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്ത് വെക്കാം. ഒരു പ്രോബ്ലം ഇല്ല നമുക്കവിടെ. ക്ലിയർ ചെയ്തല്ലോ? അപ്പൊ ആ ഫംഗ്ഷനിൽ നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന, എത്ര ഫംഗ്ഷൻസ് ഡിക്ലെയർ ചെയ്യാം, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഒരു യൂസറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ ഇതിൽ സിമ്പിൾ ആയിട്ട് ഒരു പ്രോഗ്രാം ഞാൻ പറയുവാണെങ്കിൽ, നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ചെയ്യാം. സമ്മ് മാത്രം കാണാനുള്ള ഒരു പ്രോഗ്രാം ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. അത് ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാൻ നമ്മളോട് പറയുവാണെങ്കിൽ ഹാഷ് ഇൻക്ലൂഡ് കണ്ടോ, ഹാഷ് ഇൻക്ലൂഡ് ഇങ്ങനെ കൊടുത്തു, ഹാഷ് ഇൻക്ലൂഡ് stdio.h.
ആ ഇനി അടുത്തത് വോയിഡ് സം, ആ ഇങ്ങനെ ഞാൻ കൊടുത്തു. ആ വോയിഡ് മെയിൻ, വോയിഡ് മെയിൻ ഫംഗ്ഷൻ കൊടുത്തു, കണ്ടോ? ആ അത് കഴിഞ്ഞിട്ട് നമ്മള് വോയിഡ് മെയിൻ കഴിഞ്ഞ് സെമിക്കോളൻ വേണ്ടേ? അല്ല, അത് ഫംഗ്ഷൻ അല്ലേടാ, ഫംഗ്ഷൻ. ആ അതിന് നമ്മൾ മെയിൻ ഫംഗ്ഷൻ ഒരിക്കലും സെമിക്കോളം കൊടുക്കില്ല. അത് ഈ സെമിക്കോളം കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് വെക്കുക എന്നർത്ഥം. ഇത് നമ്മൾ എഴുതാൻ പോകുന്ന ഫംഗ്ഷനാണ്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ ക്ലോസ് ഇട്ട് ചെയ്തേക്കണം. ഈ സം ഫംഗ്ഷൻ നമ്മൾ ഈ മെയിൻ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എഴുതാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടെ സെമിക്കോളൻ ഇട്ട്, അതായത് നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഈ എത്ര ഫംഗ്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ആ സം അവിടെ കൊടുക്കുന്നത് കേട്ടോ. പ്രിന്റ് എഫില് നമ്മൾ ഇങ്ങനെ കൊടുത്തു, കാൽക്കുലേറ്റ് ദ സം ഓഫ്, കാൽക്കുലേറ്റ് ദ സം ഓഫ് ടു നമ്പേഴ്സ്, നോ എല്ലാം കൊടുക്കും. സം ഓഫ്, അപ്പൊ നമ്മള് എന്റർ നമ്പർ അത് കൊടുക്കണ്ടേ പ്രിന്റ് എഫിൽ? കൊടുക്കാം നമുക്കിവിടെ. എന്റർ ദ നമ്പർ അല്ലേ, അത് നമ്മൾ മെയിൻ സമ്മിൽ കൊടുക്കാം നമുക്ക്. ടു നമ്പേഴ്സ് ഇങ്ങനെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ച സം എന്ന് പറയുന്ന ഫംഗ്ഷനെ ജസ്റ്റ് ഇങ്ങനെ ഇതിനകത്ത് കോൾ ചെയ്തു, കണ്ടല്ലോ. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ വോയിഡ് ആദ്യം സം എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് വേണം, സം കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ വോയിഡ് സം കൊടുത്തു. മെയിൻ ഫംഗ്ഷനകത്തേക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? കാൽക്കുലേറ്റ് സം ഓഫ് ടു നമ്പേഴ്സ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ മെയിൻ ഫംഗ്ഷന് കൊടുത്തു. മെയിൻ ഫംഗ്ഷൻസിനകത്തേക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. ക്ലിയർ ആയല്ലോ? അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്ന ഫംഗ്ഷൻ ആണ് വോയിഡ് സം. കണ്ടോ? ക്ലിയർ ആയല്ലോ? ഇതിനകത്താണ് ഞാൻ ഏതൊക്കെ ഇന്റിജർ വാല്യൂ ആണ് ഞാൻ സം എടുക്കാൻ പോകണം, വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഞാൻ പ്രിന്റ് എഫിനകത്ത് എന്റെ ടു നമ്പേഴ്സ് കൊടുത്തു. എന്റെ ടു നമ്പേഴ്സ് കൊടുത്തു. മനസ്സിലായല്ലോ? ഇനി അത് കഴിഞ്ഞിട്ടോ സ്കാനപ്പില് പെർസെന്റേജ് ഡി ഇത്രയും കൊടുത്തു, കോമ ആമ്പസാൻഡ് എയും കോമ ആമ്പസാൻഡ് ബിയും കൊടുത്തു. ഇത്രയും ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പ്രിന്റ് എഫില് ദ സം ഈസ് എന്ന് പറഞ്ഞ ഒരു പെർസെന്റേജ് ഡി കൊടുത്ത് പ്രിന്റ് ചെയ്യിച്ചു. പ്രിന്റ് എഫില് ദ സം ഈസ് പെർസെന്റേജ് ഡി, എന്നിട്ട് കോമ എ പ്ലസ് ബി എന്ന് കൊടുത്ത് പെർസെന്റേജ് ഡി എ പ്ലസ് ബി. പ്രിന്റ് എഫ് സം ഈസ് പെർസെന്റേജ് ഡി കോമ ആമ്പർസാൻഡ് അല്ലല്ല, ആമ്പർസാൻഡ് നമ്മൾ എയും ബിയും നമ്മൾ ആദ്യം ഇൻപുട്ട് ചെയ്യുന്ന സമയത്തെ ആമ്പർസാൻഡ് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ സം ഈസ് എ പ്ലസ് ബി കോമ എ പ്ലസ് ബി. ആമ്പർസാൻഡ് സം എന്ന് എഴുതാവോ? അങ്ങനെയല്ല, നമ്മളിപ്പം ആമ്പർസാൻഡ് എയും ബിയും രണ്ട് നമ്പേഴ്സ് കൊടുത്തു, നമ്മൾ അവിടെ സെപ്പറേറ്റ് ഓപ്പറേഷൻ ആയിട്ട് കൊടുക്കുന്നില്ല. അതിന് പകരം ഞാൻ ഇങ്ങനെ കൊടുത്തു, പ്രിന്റ് എഫ് എന്നിട്ട് ബ്രാക്കറ്റ് ഡബിൾ കോട്ട്സ് ദ സം ഈസ് പെർസെന്റേജ് ഡി എന്ന് പറഞ്ഞാൽ ആൻസർ എടുക്കാൻ വേണ്ടിയുള്ള ഒരു പെർസെന്റേജ് ഡി വാല്യൂ കൊടുത്തു. എന്നിട്ട് നമ്മൾ അവിടെ കോമ ഇട്ടിട്ട് എ പ്ലസ് ബി എന്ന് കൊടുത്താൽ മതിയല്ലോ. നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന വേറെ ഫോർമുല എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ചുമ്മാ കോമ ഇട്ട് എ പ്ലസ് ബി. ഈ വേരിയബിൾ കൊടുക്കത്തില്ലേ, ഇഞ്ച് എ ബിന്ന്, അപ്പൊ കോമ സം ഒന്നും കൂടെ കൊടുക്കണോ? അത് വേണ്ട, അവിടെ എന്തിനാ നമ്മൾ സമ്മ കൊടുക്കുന്നത്? സമ്മ നമ്മൾ സെപ്പറേറ്റ് ഒരു ഇത് കൊടുക്കണമെങ്കിൽ മാത്രം അവിടെ കൊടുത്താൽ മതി. ഇന്റെ എ ബി അത് നമ്മൾ സമ്മ അങ്ങനെ ഇനിയിപ്പോ ചെയ്തു തുടങ്ങരുത്, അതൊക്കെ എക്സ്പാൻഡഡ് ഫോം ആണ്. അത് നമുക്ക് ഒത്തിരി സ്റ്റെപ്പ് ഒക്കെ വേണം, അങ്ങനെയൊക്കെ ചെയ്യും. കുറച്ച് പഠിച്ചു കഴിയുമ്പോഴത്തോടെ നമ്മൾ എന്തോരം ഷോർട്ട് ചെയ്യാവോ അത്രയും ഷോർട്ട് ചെയ്ത് എഴുതുക. നമുക്കിപ്പോ എ പ്ലസ് ബി എന്ന് കാണണമെന്നേ ഉള്ളൂ അല്ലെ. അതൊരു വേറെ ഒരു വേരിയബിളിലേക്ക് കൊണ്ട് ഹോൾഡ് ചെയ്ത് ആ വേരിയബിളിനെ വിളിച്ച് അതൊന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നമ്മള് അതിനെ എങ്ങനെ സിമ്പിൾ ചെയ്യാം? എന്റെ ടു നമ്പേഴ്സ് കൊടുത്തു, എയും ബിയും നമ്മൾ ഇൻപുട്ട് ചെയ്തു. ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റ് എഫിൽ ആ സം എടുത്തു. അപ്പൊ ആ പ്രിന്റ് എഫിലെ സം എടുക്കാൻ വേണ്ടി പ്രിന്റ് എഫ് ഇങ്ങനെ കൊടുത്താൽ മതി, സം ഈസ് പെർസെന്റേജ് ഡി എന്നിട്ട് കോമ എ പ്ലസ് ബി, അത്രയും വിളിച്ചാൽ മതി. ഒന്നിച്ച ഒരു സ്റ്റെപ്പിൽ പരിപാടി ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കണ്ടേ? അല്ലെങ്കിൽ എസ് കൊടുക്കണം, എസിലേക്ക് എ പ്ലസ് ബി ചെയ്യണം, പിന്നെ എസിനെ വിളിക്കണം. അങ്ങനെ നമ്മൾ 2-3 സ്റ്റെപ്പും കൂടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ ഇത്? ഇനി ഈ പ്രോഗ്രാമിൽ തന്നെ എനിക്ക് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എല്ലാം ചെയ്യണമെന്ന് വിചാരിക്കാം.
എങ്ങനെ ചെയ്തു പറയാമോ? പക്ഷെ ആ പ്രിന്റ്എഫില് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മൾട്ടിപ്ലൈ സ്മോളസ്റ്റ് എന്ന് എഴുതിട്ട് a ഇൻറ്റു ബി എന്ന് കൊടുത്താൽ മതി. അതിന്റെ ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞേ വേറൊരു ഫംഗ്ഷൻ ആയിട്ടാ ചെയ്യേണ്ടത്. ആ നമ്മളിപ്പോ ഫംഗ്ഷനാ ചെയ്യുന്നത് കേട്ടോ. ആ അപ്പൊ എനിക്ക് ആദ്യം വോയിഡ് സം എന്ന് പറഞ്ഞ മേളിലൊരു ഫംഗ്ഷൻ വോ- ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടില്ലേ, അത് വോയിഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ മള്ളെന്ന് കൊടുക്കുക. എന്നിട്ട് ആ മെയിൻ വോയിഡ് മെയിൻ ഫംഗ്ഷനകത്ത് മെയിൻ കാൽക്കുലേറ്റ് ദ ഫംഗ്ഷനകത്ത് മൾട്ടിപ്പിൾ ഓഫ് ടു നമ്പേഴ്സ് കൊടുക്കണം. അത് കാൽക്കുലേറ്റ് സം ഓഫ് ടു നമ്പേഴ്സിന്റെ താഴെ മൾട്ടിപ്പിൾ ഓഫ് ടു നമ്പേഴ്സ് കൊടുക്കാം നമുക്ക്. ആ അത് കഴിഞ്ഞിട്ട് ആ ഫംഗ്ഷൻ ബ്രാക്കറ്റ്. ബ്രാക്കറ്റ് ഫുൾ കോളം കൊടുക്കാം. പിന്നെ വോയിഡ് മൾട്ടിപ്പിൾ ആ സമ്മിന്റെ ഫംഗ്ഷൻ ഫുള്ള് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ വോയിഡ് മൾ എന്ന് കൊടുത്തിട്ട് അതിനകത്ത് 2 വേരിയബിൾ കൊടുക്കുക. എന്നിട്ട് എന്റെ 2 നമ്പേഴ്സ് കൊടുക്കുക, സ്കാൻഫ് കൊടുക്കുക, പ്രിന്റ് എഫ് കൊടുക്കുക. എന്നിട്ട് സമ്മീസിന് പകരം മൾട്ടിപ്ലിക്കേഷൻ ഈസ് എന്ന് പറഞ്ഞ a ഇൻറ്റു ബി. അതാ ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇത്രയും ഓക്കെ കൊടുത്താണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ നമുക്ക് എത്ര ഇപ്പം സമ്മ വേണമെങ്കിൽ സമ്മ ടീച്ചർ അപ്പം ആ മൾട്ടിപ്പിൾ മാത്രമാണെങ്കിൽ ഈ സമ്മ ചെയ്യണ്ടല്ലോ. വേണ്ട, അങ്ങനെ ഒരിക്കലും നമ്മളോട് ചോദിക്കില്ല. അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുക ചെയ്യാൻ അങ്ങനെ പറയുള്ളൂ. ഓക്കെ ടീച്ചർ. ഇനിയിപ്പോ അല്ലെങ്കിൽ നമ്മളോട് സിമ്പിൾ എക്സാമ്പിൾ കാൽക്കുലേറ്റ് ഏരിയ ഓഫ് ദ സ്ക്വയറോ അല്ലെ ഏരിയ ഓഫ് ദ റെക്ടാങ്കിളോ ഏരിയ ഓഫ് ദ അങ്ങനെ പറഞ്ഞു പെരിമീറ്റർ ഓഫ് ദ സ്ക്വയറോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറയും. അപ്പൊ ഈ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ ചെയ്യാനുള്ള ഓപ്പറേഷൻ അത് നമ്മളെപ്പോഴും സെപ്പറേറ്റ് ഫംഗ്ഷനിൽ ചെയ്യുക. മെയിൻ കാര്യങ്ങൾ മാത്രം മെയിൻ ഫംഗ്ഷൻസിൽ കൊടുക്കുക. അതായത് ആ ഫംഗ്ഷനെ ജസ്റ്റ് മെയിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മാത്രമാണ് നമ്മുടെ ഡ്യൂട്ടി. ബാക്കി ഫംഗ്ഷൻ ചെയ്തോളും. അപ്പൊ മെയിന് മുമ്പ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇനീഷ്യലൈസ് ചെയ്യുക എന്ന് പറയുന്നതിന് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മെയിനകത്തേക്ക് അത് ഡിഫൈൻ ചെയ്ത് വെക്കണം. അതിനുശേഷം ആ ഫംഗ്ഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇപ്പൊ എനിക്ക് സ്ക്വയറിന്റെ ഏരിയ കാണണമെങ്കിൽ എനിക്ക് ലെങ്ത് കൊടുക്കണം. ലെങ്ത് കൊടുത്തിട്ട് ലെങ്തിന്റെ സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ സ്ക്വയർ വരുമ്പോൾ. അപ്പം ലെങ്ത് ഓഫ് ദ സൈഡ് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. അപ്പൊ ഞാൻ എന്താണ് അവിടെ എന്റെ അടുത്ത ലെങ്ത് ഓഫ് ദ സൈഡ് എന്ന് പറയുന്നതും അതിന്റെ ഫോർമുലയും സൈഡ് ഇൻറ്റു സൈഡും സൈഡിനെ ഡിക്ലെയർ ചെയ്യുന്നത് എല്ലാം സ്ക്വയർ എന്ന് പറയുന്ന ഒരു പുതിയ ഫംഗ്ഷനിൽ വേണം കൊടുക്കാൻ. മെയിനിൽ ഞാൻ ആകെ ചെയ്യേണ്ടത് മെയിനിൽ പോയിട്ട് ഏരിയ മറ്റേ ഫംഗ്ഷനെ പരിചയപ്പെടുത്തി വെക്കുക. അത് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു വെക്കുക. അത്രേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഒന്ന് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലായില്ല അതെങ്ങനെയാന്ന്. ഇനി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കേസ് വന്നു. ഇപ്പൊ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? സാധനം എങ്ങനെയാണ് കോൾ ചെയ്യുന്ന ഇനീഷ്യലൈസ് ചെയ്യുന്ന പറഞ്ഞില്ലേ. ഇനി നമ്മള് ഈ ലൈബ്രറി ഫംഗ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ലൈബ്രറി ഫംഗ്ഷൻസിലെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ് വരുന്നതാണ് stdio. അതിപ്പോ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് വരുന്ന ഒരെണ്ണമാണ് stdio എന്ന് പറയുന്നത് കേട്ടോ. അതിനകത്താണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് കൊടുക്കുന്ന സാധനങ്ങളെല്ലാം പ്രിന്റ് എഫ് സ്കാൻ എഫ് അങ്ങനെയുള്ളതെല്ലാം വരുന്നത്. ഇനി കോണിയോ .h എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. അതും വേറൊരു എക്സാമ്പിൾ ആണ്. പിന്നെ സ്ട്രിംഗ് .hകളുണ്ട്. സ്ട്രിംഗ് .h നമ്മൾ ചെയ്തിട്ടുണ്ടാവും. സ്ട്രിംഗിനെ ബേസ് ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്ട്രിംഗ് .h. പിന്നെ ഉള്ളത് നമ്മുടെ ഈ എക്സിറ്റ് എന്ന് പറയുന്ന ഒക്കെ ഫംഗ്ഷൻസ് ഉള്ള ഒരു സാധനമുണ്ട്. സ്റ്റാൻഡേർഡ് ലൈബ്രറി എന്ന് പറയും. സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ അതിലാണ് ഒന്ന് മലോക്ക് പിന്നെ കാൽക്കുലേഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന കാലോക്ക് എക്സിറ്റ് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് എല്ലാം സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് std lib.h. അതൊരു ഹെഡർ ആട്ടോ, ഹെഡർ ഫയലാ. പിന്നെ മാത്തമാറ്റിക്കൽ സാധനങ്ങളെല്ലാം കിടക്കുന്ന math.h. പിന്നെയുള്ള ടൈം എടുക്കാൻ വേണ്ടി അവറിലോ അങ്ങനെയൊക്കെയുള്ള time.h. പിന്നെയുള്ള എന്താ നമ്മുടെ ക്യാരക്ടർ ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ളത് ക്യാരക്ടർ ടൈപ്പ് .h. അങ്ങനെ കുറെ ഫംഗ്ഷൻസുകൾ ഉണ്ട്. നമ്മൾ എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള error.h. അങ്ങനെയൊക്കെ കുറെ നമ്മുടെ ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്ന കുറെ ഫംഗ്ഷൻസുകൾ നമുക്ക് ഉണ്ടെന്ന് പറയാം. അപ്പൊ ഇതാണ് ഓവറോൾ ഒരു ഫംഗ്ഷൻസിന്റെ ഒരു കേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു സിമ്പിൾ എക്സാമ്പിളും കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. നമുക്ക് ഒരു കാൽക്കുലേറ്റ് ആവറേജ് ഓഫ് 5 നമ്പേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ആവറേജ് ഓഫ് 5 നമ്പേഴ്സ് യൂസിങ് ഫംഗ്ഷൻ ആണ്. കാൽക്കുലേറ്റ് ആവറേജ് ഓഫ് 5 നമ്പേഴ്സ് ചെയ്തു. 5 നമ്പേഴ്സ് യൂസിങ് ഫംഗ്ഷൻ.
ഫംഗ്ഷൻ. ഓക്കെ, ഇതിൽ നമ്മൾ എങ്ങനെ ചെയ്യാം? നമുക്ക് ആവറേജ് ഓഫ് 5 നമ്പേഴ്സ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഹാഷ് ഇൻക്ലൂഡ് stdio ഡോട്ട് എച്ച് ഒക്കെ കൊടുക്കുക. stdio ഡോട്ട് എച്ച് ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ ചെയ്യാം. അതിന് ഞാനൊരു ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്തു, വോയിഡ് ഇങ്ങനെ കൊടുത്തു, ആവറേജ് അല്ല കണ്ടേ. അപ്പൊ ആവറേജ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനെ എഴുതാം. അപ്പൊ വോയിഡ് ആവറേജ് എന്ന് കൊടുത്തു. എന്നിട്ട് അതിനകത്ത് ഞാൻ 5 വാല്യൂവിനെ എനിക്ക് കൊടുക്കണം. അത് 5 നമ്പേഴ്സ്. അപ്പൊ ഇൻഡ് കോമ ഇന്റിജർ വാല്യൂ ആയതുകൊണ്ടാട്ടോ എല്ലാം ഇൻഡെന്ന് കൊടുക്കുന്ന. ഇൻഡ് കോമ ഇൻഡ് ഇത്രയും കൊടുത്തു. അപ്പം നേരത്തെ സമ്മ കണ്ടുപിടിക്കാൻ 2 നമ്പർ അല്ലേ സമ്മ? അപ്പം വോയിഡ് സമ്മിന്റെ ബ്രാക്കറ്റിനകത്ത് 2 ഇൻഡ് കൊടുക്കാവോ? 2 ഇൻഡ് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവിടെ അങ്ങനെ ഇവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ ഇത് ഈ സാധനം കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കാമെന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടി അത് കളഞ്ഞാന്നേ ഉള്ളൂ കേട്ടോ. അവിടെ അത് നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ അല്ലാതെ മറ്റേ ഫംഗ്ഷനിൽ നമ്മളത് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഫംഗ്ഷൻ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മനസ്സിലായല്ലോ? വോയിഡ് മെയിൻ കൊടുത്തു, എന്നിട്ട് ഇൻഡ് a, b, c, d, e ഇങ്ങനെ കൊടുത്തു. ഞാൻ മറ്റേ വോയിഡ് മെയിൻ കഴിഞ്ഞിട്ട് പ്രിന്റ്എഫ് കാൽക്കുലേറ്റ് ദ ആവറേജ് ഓഫ് 5 നമ്പേഴ്സ് അത് കൊടുക്കണ്ടേ? അല്ല, മെയിൻ ഫംഗ്ഷൻസിനകത്ത് അത് ഇല്ലല്ലോ. എടാ നേരത്തെ ഞാൻ പറയട്ടെ. ഇല്ല, സമ്മിന്റെ അകത്ത് നമ്മൾ ഈ സാധനം കൊടുത്ത് മെയിനകത്ത് ഞാൻ ഈ സാധനം കൊടുത്തിട്ടില്ലായിരുന്നു, ഡിക്ലെയർ ഇത് കൊടുത്തില്ല. പ്രിന്റ്എഫ് കാൽക്കുലേറ്റ് സം ഓഫ് 2 നമ്പേഴ്സ് കൊടുത്തില്ല. അപ്പൊ ഇവിടെ കൊടുക്കണ്ടേ? അതൊക്കെ കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞ് വോയിഡ് മറ്റേ ആവറേജ് അതെന്തുകൊണ്ട് ഞാൻ ഇവിടെ കൊടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഇവിടെ കൊടുത്താല് നമ്മൾ ആ മെയിൻ അടുത്ത ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പം അവിടെ പിന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. മെയിനകത്ത് ഞാനിപ്പം 2-3 വേരിയബിൾ കൊടുത്തെങ്കിൽ ആ വേരിയബിൾ പിന്നെ എനിക്ക് എന്താണ് അടുത്ത ഫംഗ്ഷനിൽ എടുക്കാൻ, അതായത് നമ്മൾ കൊടുക്കുന്ന പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആവറേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ വീണ്ടും ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ ഇവിടെ കൊടുത്തതിന്റെ കാരണം. ഞാൻ ഇത് ഇങ്ങനെ എഴുതിയതാണ് കാരണം മനസ്സിലാവാൻ വേണ്ടി, ഇങ്ങനെയും ചെയ്യാം എന്നുള്ള രീതിയിൽ എഴുതിയെന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പ്രിന്റില് കാൽക്കുലേറ്റ് ആവറേജ് ഓഫ് 5 നമ്പേഴ്സ് ഇങ്ങനെ എഴുതി. പ്രിന്റ്എഫ് കാൽക്കുലേറ്റ് the average of 5 നമ്പേഴ്സ് ആട്ടോ. 5 നമ്പേഴ്സ് അങ്ങനെ കൊടുത്തു, ക്ലോസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ കൊടുക്കുവാണ് ഒരു സ്കാൻഎഫ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, പ്രിന്റ്എഫും ഇതിനകത്ത് തന്നെ കൊടുക്കാം. പ്രിന്റ്എഫ് എന്റർ 5 നമ്പേഴ്സ് കൊടുക്കാം. എന്റർ 5 നമ്പേഴ്സ് കൊടുത്തില്ലേ? അതിന് താഴെ എഴുതുക, അതിന്റെ സ്കാൻഎഫ് കൊടുത്തേ. സ്കാൻഎഫില് 5% d കൊടുക്കണേ. പെർസെന്റേജ് d അങ്ങനെ 5 കോമ ആമ്പർസാൻഡ് a, ആമ്പർസാൻഡ് a, ആമ്പർസാൻഡ് b, ആമ്പർസാൻഡ് c, ആമ്പർസാൻഡ് d, ആമ്പർസാൻഡ് e എല്ലാത്തിന്റെ അഡ്രസ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആവറേജ് ഫംഗ്ഷൻ ഇവിടെ കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞില്ലായിരുന്നോ? ആവറേജ് എന്നിട്ട് അതിലേക്ക് എയും ബിയും സിയും ഡിയും ഇയും കൊടുത്തു. ഇങ്ങനെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഞാൻ ഇതങ്ങ് എഴുതി കഴിഞ്ഞിട്ട്. എന്നിട്ട് അത് ക്ലോസ് ചെയ്യും. ഇനി നമുക്ക് വോയിഡ് കൊടുക്കാം. വോയിഡ് ആവറേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കാം, വിളിക്കാം, ആവറേജ് ചെയ്യാൻ തുടങ്ങുവാണ് കേട്ടോ. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്? നമുക്ക് ഇന്റിജർ ആയിട്ടുള്ള എ ഉണ്ട്, ഇൻഡ് ബി ഉണ്ട്, ഇൻഡ് സി. ഇതൊക്കെ നമ്മൾ ഇൻഡെന്ന് കൊടുത്തിട്ട് എ, ബി, സി, ഡി, ഇ അങ്ങനെയൊക്കെ കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതണമെന്ന് മാത്രം ഇങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഇതിന്റെ ആവറേജ് എടുക്കാൻ വേണ്ടി ഫ്ലോട്ട് ആയിട്ട് ആവറേജിനെ കൊടുത്തു, AVG എന്ന് കൊടുത്തു കേട്ടോ. അതിന്റെ ആവറേജ് ആയിട്ട് AVG എന്ന് കൊടുത്തു. എന്നിട്ട് AVG എന്നാന്ന് ഇങ്ങനെ എഴുതുവാണേ. AVG ഈക്വൽ ടു A plus B plus C plus D plus E divided by 5 കൊടുത്തു. ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് പ്രിന്റ്എഫില് the average of 5 numbers, എന്നിട്ട് പെർസെന്റേജ് F കൊടുത്തിട്ട് കോമ AVG ക്ലോസ് ചെയ്യും.
ഓക്കെ. ആ കഴിഞ്ഞല്ലേ? ആ ടീച്ചർ ഇനി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഞാൻ പറയാം, ആ ശ്രദ്ധിച്ചോട്ടോ. ആ ഇതിലിപ്പം കുറെ ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിളാണ്. ഇതിപ്പോ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഓൺലൈൻ കമ്പൈലർ എടുക്കുക, എന്നിട്ട് നേരെ ആ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോ ഓക്കെ ടീച്ചർ. നമ്മൾ ഈസി ആയിട്ട് നമുക്ക് അത് നമ്മൾ കുറെ ടൈംസ് പ്രോഗ്രാം എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ കാണാതെ പഠിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. നമ്മളത് ലോജിക്ക് മനസ്സിലാക്കി നമ്മളത് ചെയ്ത് നമുക്ക് ആ സ്റ്റെപ്പ് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആദ്യം കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ തോന്നും, പക്ഷെ നമുക്ക് അറിയില്ലാത്തതുകൊണ്ടുള്ള ഒരു പ്രോബ്ലം ആണ്. പിന്നെ നമുക്ക് ഈസിയാണ്. മനസ്സിലായോ? ഹാഷ് ഫസ്റ്റ് നമ്മൾ ഒരു ഹെഡർ ഫയൽ കൊടുത്തു. അതിനുശേഷം നമ്മൾ കൊടുക്കാൻ പോകുന്ന ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. വോയിഡ് ആവറേജ് കേട്ടോ, വോയിഡ് ആവറേജ്. എന്നിട്ട് ഇന്റ് അത് എത്ര ഈ ഇൻഡിജർ വാല്യൂ ഇവിടെ മസ്റ്റ് അല്ല, പക്ഷെ ഇതിപ്പോ ഞാൻ എന്തുകൊണ്ട് ഇവിടെ കൊടുക്കണേന്ന് വെച്ചാൽ മെയിൻ ഫംഗ്ഷൻസിലാണ് ഞാൻ ഇത് ഡിക്ലെയർ ചെയ്യാൻ പോണേ. ടീച്ചർ ഇപ്പൊ 5 ഇന്റ് പോരെ? 5 ഇന്റ് മതി, ഒരെണ്ണം എക്സ്ട്രാ. അത് കഴിഞ്ഞിട്ട് മെയിൻ കൊടുത്തു. മെയിൻ കൊടുത്തിട്ട് ഞാൻ മെയിനിലേക്ക് ഒരു 5 വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ആവറേജ് ഓഫ് 5 നമ്പേഴ്സ് കൊടുത്തു, കണ്ടല്ലോ. എന്നിട്ട് എന്റർ 5 നമ്പേഴ്സ് കൊടുത്തു. ഞാൻ സ്കാനപ്പില് %d ഇങ്ങനെ 5 കൊടുത്തു. സ്കാനപ്പ് ആ 5 നമ്പർ കൊടുക്കാനുള്ള സ്കാനപ്പ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആവറേജിന് സോറി ആ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്തു മെയിനകത്തേക്ക്. ആ ഫംഗ്ഷനില്ലേ നമ്മൾ മുമ്പേ കൊടുത്തു വെച്ചിട്ടില്ല ഫംഗ്ഷൻ ആവറേജ്, ഇന്റെ എന്ന് പറഞ്ഞ് കൊടുത്തു വെച്ചിട്ടില്ല. ആ ആവറേജിനെ നമ്മൾ ഇങ്ങോട്ട് കോൾ ചെയ്ത ഇത് കേട്ടോ. ആ ഫംഗ്ഷനെ മെയിൻ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഞാൻ മുമ്പേ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ ഫംഗ്ഷൻ. സമ്മില് ചെയ്തു, സമ്മ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സമ്മ് എന്ന് പറഞ്ഞ ഇങ്ങനെ ചുമ്മാ സമ്മ് ആ ബ്രാക്കറ്റ്, അതായത് വേരിയബിൾ കൊടുത്തിട്ടില്ലെന്ന് മാത്രം. ഇതിൽ നമ്മള് സ്കാനഫ് ഒക്കെ സമ്മില് എന്തുവാ വോയിഡ് സം എന്ന് പറഞ്ഞ അത് എടുത്തിട്ടല്ലേ ടീച്ചർ? ഇതിപ്പോ നേരത്തെ എടുത്തിട്ട് അതുകൊണ്ട് ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഇതിപ്പോ ഞാന് മറ്റേ ഡിക്ലെയർ ചെയ്ത മെയിനിൽ ഞാൻ ഇൻഡിജർ ആയിട്ട് കൊടുത്തിട്ട് ആ 4 5 വേരിയബിൾ അവിടെ കൊടുത്തേക്കുക. ഇങ്ങനെ നമുക്ക് ചെയ്യുന്നതിന് ഒരു പ്രോബ്ലം ഇല്ല. ഇനിയിപ്പോ ഇവിടെ നമുക്ക് ABCDF അത് വേണ്ട, അതില്ലെങ്കിൽ നമുക്ക് അതെല്ലാം ആവറേജ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി ഒന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആ വോയിഡിൽ എടുത്ത് അതങ്ങ് ചെയ്തതെന്ന് മാത്രം. നമ്മൾ നമ്മുടെ ചോയ്സിനനുസരിച്ച് ചെയ്യുക. നമ്മൾ മറ്റേ പാടാണ് നമുക്ക് കംഫർട്ടബിൾ എങ്കിൽ നമ്മൾ അത് മറ്റേതിലിട്ട് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ആവറേജിന് മാത്രം വിളിച്ചാൽ മതി. ഈ ABCDE ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല. ഇന്റ് ഇവിടെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? കാൽക്കുലേറ്റ് ആവറേജ് ഓഫ് 5 നമ്പേഴ്സ് ഇത്ര മാത്രം ഇവിടെ കൊടുത്താൽ മതി. എന്നിട്ട് ഈ ആവറേജും കൊടുത്താൽ മതി. ബാക്കി ഈ പ്രിന്റ്എഫും സ്കാനഫും നമുക്ക് നേരെ വോയിഡ് ആവറേജ് കൊണ്ട് കൊടുക്കാം. അവിടെ പിന്നെ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ അവിടെ നമുക്ക് വീണ്ടും ആവറേജും കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ 2 ഓപ്പറേഷൻ അവിടെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു ഓപ്പറേഷന് മേളിലും ഒരു ഓപ്പറേഷൻ താഴെയും കൊടുക്കാനുള്ള കാരണം. അവിടെ നമുക്ക് വീണ്ടും ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ആവറേജ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടി വരും എനിക്ക്. അപ്പൊ അവിടെ എനിക്കത് ഫ്ലോട്ട് ആവറേജ് എന്ന് ഞാനിപ്പോ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റേതിന് വേണ്ടിയും നമുക്ക് ഒരെണ്ണം കൊടുക്കേണ്ടി വരും. അത്രയുള്ള വ്യത്യാസം. ക്ലിയർ ആയല്ലോ? പിന്നെ ഉള്ളത് AVG A+B+C+D ഡിവൈഡഡ് ബൈ 5 കൊടുത്തു. പിന്നെ ആവറേജ് ഓഫ് 5 നമ്പേഴ്സ് %F ആവറേജ് കൊടുത്തു. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് നോക്കാണല്ലോ അറേ ആണ്. അറേസ് അറിയാലോ നോർമലി. ടീച്ചർ ഈ എന്തുവാ ഈ മാട്രിസസിന്റെ അകത്ത് ഇതാക്കത്തില്ലേ? മെട്രിക്സിന്റെ അറേ അതാണോ അതിന്റെ അറേക്കകത്തുള്ളതാണോ അത്? അതാണ് അറേ എന്ന് പറയുന്നത്. മെട്രിക്സ് നമ്മൾ കാൽക്കുലേറ്റ് അഡീഷൻ സബ്ട്രാക്ഷൻ അതൊക്കെ ചെയ്യുന്നത് അറേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെട്രിക്സ് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇന്നലെ ഫോർ ലൂപ്പ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അറേ കൊടുക്കണമെങ്കിൽ നമുക്ക് മെട്രിക്സ് കൊടുക്കണമെങ്കിൽ നമുക്ക് 2 ഇത് വേണമെന്ന്, ലൂപ്പ് വേണം, ഫോർ ലൂപ്പ് വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു. ഐയും ജെയും, ഒന്ന് കോളത്തിനും ഒന്ന് റോയ്ക്കും. ആ സാധനമാണ് അറേ. അറേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിമിലർ ടൈപ്പ് ഓഫ് ഡേറ്റനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി
നമ്മുടെ മെമ്മറിയിൽ ഒരു സ്പേസ് അലോക്കേഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ അറേ എന്ന് വിളിക്കുക. ആ അറേ ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പാണ്, എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് വർക്ക് ചെയ്യുന്ന അതാണ്. ആ മനസ്സിലായല്ലോ? അറേ ഇപ്പൊ നമുക്ക് ക്യാരക്ടർ ആയിട്ട് കൊടുക്കാം, ഡബിൾ ആയിട്ട് കൊടുക്കാം, ഫ്ലോട്ട് ആയിട്ട് കൊടുക്കാം, ഇന്റീജർ ആയിട്ട് കൊടുക്കാം, എന്ത് വേണേലും നമുക്ക് കൊടുക്കാം. ഉം. ആ പിന്നെ നമുക്ക് സീല് ഈ അറേയുടെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം സൈസ് ഓഫ് ഡേറ്റയാണ് നമ്മൾ എപ്പോഴും ഇതിൽ കൊടുക്കുക. ആ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മെമ്മറി അലോക്കേഷൻസ്, അതായത് 1 by 1 ആയിട്ട് ഇങ്ങനെ അറേ കൊടുത്താൽ നമ്മൾ സ്റ്റോർ ആയിക്കോളും. പിന്നെ ഒരു ഫിക്സഡ് സൈസ് ഒന്നുമില്ല, എത്ര വേണേലും സൈസ് നമുക്ക് ഡിക്ലെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഒരു സിമ്പിൾ അറേ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഇൻഡിജർ ആയിട്ട് ഒരു അറേ നമുക്ക് ഡിക്ലെയർ ചെയ്യണം. എനിക്ക് മാർക്കുകളാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഇന്റെ മാർക്സ്, എന്നിട്ട് ഞാൻ അതിന്റെ സൈസ്, എനിക്ക് 5 മാർക്കുകൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ എനിക്ക് ഇങ്ങനെ കൊടുത്താൽ മതി, ഇന്റെ മാർക്സ് ഇന്റെ സ്ക്വയർ ബ്രാക്കറ്റ് 5. അപ്പൊ ഇതാണ് അറേയുടെ പേര്. അറേയിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആയിരുന്നു. ഇതാണ് അറേ. മനസ്സിലായല്ലോ? ഇതിന് നമ്മൾ അറേയുടെ ഇനീഷ്യലൈസേഷൻ എന്ന് പറയും. ഇനീഷ്യലൈസേഷൻ ഓഫ് അറേ കണ്ടല്ലോ. ഇനി ഇതിനകത്ത് ഞാൻ വാല്യൂ സ്റ്റോർ ചെയ്യണമെങ്കിൽ എനിക്ക് ഒന്നാമത്തെ മാർക്ക്. പിന്നെ ഒരു കാര്യം, ഞാൻ അറേ സൈസ് 5 കൊടുക്കുമ്പോൾ എനിക്ക് മെമ്മറിയിൽ ഇങ്ങനെ ഒരു 5 സ്പേസ് അലൊക്കേഷൻ നടക്കും. കണ്ടോ? ഇതിന്റെ പേര് മാർക്സ് എന്നായിരിക്കും അറേയുടെ പേര്. ഇതിനെ 0 എന്ന് പറയും, ഇൻഡെക്സ്. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. കണ്ടല്ലോ? അപ്പൊ ഇതിലേക്ക് ഞാൻ ഒന്നാമത് എൻട്രി ചെയ്യുന്ന മാർക്ക് ഇതിലേക്ക് പോകും, രണ്ടാമത് എൻട്രി ചെയ്യുന്ന മാർക്ക് ഇതിനകത്തേക്ക് പോകും, മൂന്നാമത് എൻട്രി ചെയ്യുന്ന മാർക്ക് ഇതിനകത്തേക്ക് പോകും, നാലാമത്തേന് ഇതിനകത്ത് ഇങ്ങനെ പോകും. ഇനി ഇപ്പൊ നോക്കിയോ, ഇതിനകത്ത് ഞാൻ എങ്ങനെ വാല്യൂ എൻട്രി ചെയ്യുന്നതെന്ന് വെച്ചാൽ, മാർക്സ് എനിക്ക് ആദ്യത്തേതിലേക്ക് മാർക്ക് ഇന്നത് എനിക്ക് ഇടണം. 80 മാർക്ക് ഇടണമെങ്കിൽ മാർക്ക്, എന്നിട്ട് അറേയില് ഇൻഡെക്സ് എന്ന് പറയും. നമ്മൾ ഈ 0, 1, 2, 3, 4 എന്നൊക്കെ കൊടുത്തിരിക്കുന്ന ഇൻഡെക്സ് ആണ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ ഈ അറേ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി, അല്ലെ അറേ സ്റ്റോർ ചെയ്യുന്ന കുറച്ച് വാല്യൂസുകളുണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇൻഡെക്സ് എന്ന് വിളിക്കുക. അപ്പൊ ആദ്യത്തെ ഇൻഡെക്സിലേക്ക് നമ്മൾ 0 കൊടുക്കും. മാർക്സ് ഓഫ് 0 ഈക്വൽ ടു 18 കൊടുക്കും. ഓക്കെ. അടുത്തത് മാർക്സ് ഓഫ് 1 ഈക്വൽ ടു 19 കൊടുക്കും. കണ്ടോ? മാർക്സ് ഓഫ് 2 ഈക്വൽ ടു 16 കൊടുക്കും. ഉണ്ടോ? അടുത്ത മാർക്സ് ഓഫ് 3 ഈക്വൽ ടു 70 എന്ന് കൊടുക്കും. അടുത്ത മാർക്സ് ഓഫ് 4 ഈക്വൽ ടു 18 ഇങ്ങനെ കൊടുക്കും. ഉണ്ടല്ലോ? ഇത്രേ ഉള്ളൂ. ഇത് നമ്മളിപ്പോ ഇവിടെ സ്റ്റോർ ആവും. ഒരേ നമ്പർ കൊടുക്കാവോ? ഒരേ നമ്പർ കൊടുത്ത് ഒരു കുഴപ്പമില്ല, വേറെ അരക്കല്ലേ കൊടുക്കുന്നത്. വാല്യൂ ഒരേപോലെ കൊടുക്കുന്നോട്ട് ഒരു കുഴപ്പമില്ല, അതിന് സ്പെസിഫിക് ഇതുണ്ട്. കാരണം ഈ 80 എന്ന് പറയുന്നതിന്റെ നിൽക്കുന്ന സ്ഥലം നോക്കിയേ, മാർക്ക് ഓഫ് 4 4th ഇൻഡെക്സിലാണ് നിൽക്കുന്നത് ഈ 80. ഇത് ഫസ്റ്റ് 0th ഇൻഡെക്സിലാണ് നിൽക്കുന്നത്. ഒരു പ്രശ്നമല്ല അവിടെ. ഇതിന് നമ്മൾ അറേ ഡിക്ലറേഷൻ എന്ന് പറയും കേട്ടോ. അപ്പൊ ഇത് ഇനിഷ്യലൈസേഷൻ ചെയ്തു, നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ കൊടുക്കേണ്ട ട്രാവേഴ്സലാണ്. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇതിനെ നമ്മൾ കോൾ ചെയ്യുന്ന മെത്തേഡാണ് ട്രാവേഴ്സൽ ഓഫ് അറേ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ട്രാവേഴ്സൽ ഓഫ് അറേ നമ്മൾ വിളിക്കുന്ന ഫോർ ലൂപ്പ് വെച്ചിട്ടാണ്. ഫോർ ലൂപ്പ് അറേയുടെ ഇൻഡെക്സ് എവിടെയാ തുടങ്ങണേ? 0th ഇൻഡെക്സിൽ. അപ്പൊ ഐയുടെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. കണ്ടല്ലോ? ഇനി ഐ എത്ര എണ്ണം ഉണ്ട് ഇതിനകത്ത്? ഐ വാല്യൂ എത്ര എണ്ണമാണ്? മാക്സിമം 5. അപ്പൊ ഐ ലെസ് ദാൻ 5. പിന്നെ ഓരോന്ന് വെച്ചിട്ടല്ലേ വിളിക്കണ്ടേ, 1 കഴിഞ്ഞാൽ 1 എടുക്കണം. അപ്പൊ ഐ പ്ലസ് പ്ലസ്. ഇതിപ്പോ ഒരു അറേ ഉള്ളൂ, ഇങ്ങനെ നേരെ ഒരു റോ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഇതിൽ സാധാരണ നമ്മൾ ഫോർ ലൂപ്പ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അറേയിൽ എപ്പോഴും ഫോർ ലൂപ്പ് ഉപയോഗിക്കുള്ളൂ. കാരണം ഇനീഷ്യലൈസേഷനും കൊടുക്കണം, നമുക്ക് കണ്ടീഷൻ കൊടുക്കണം, പിന്നെ ഇൻക്രിമെന്റേഷനും കൊടുക്കണം. ഇതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൂപ്പേ ഉള്ളൂ നമുക്ക്, ഫോർ മാത്രം. അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പ്രിന്റ് എഫ് നമ്മൾ ആ %d കൊടുക്കാം. %d എന്ന് കൊടുത്ത് ഇതിന്റെ താഴെയായിട്ടല്ലേ ഈ ഫോർ ലൂപ്പ് വരണ്ടേ? ഈ മാർക്സ് 4 അതെ, ഇത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ %d കൊടുത്തിട്ട് മാർക്സ് കൊടുത്തിട്ട് നമ്മൾ ഐ എന്ന് പറയുന്നതിനകത്തേക്കാണല്ലോ നമ്മളിപ്പോ സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പൊ മാർക്സ് ഓഫ് ഐ എന്ന് കൊടുക്കണം കേട്ടോ. ഡി മാത്രം മതിയോ? ഒരെണ്ണം മതി. കാരണം ഒന്നേ പ്രിന്റ് ആവത്തുള്ളൂ, എല്ലാം കൂടെ ഒരുമിച്ച് പ്രിന്റ് ആവത്തില്ല.
ആ നമ്മൾ ഈ അറേനെ ഇപ്പൊ വിളിക്കുമ്പോ ഉണ്ടല്ലോ ഇങ്ങനെ പ്രിന്റ് ആവത്തുള്ളൂ. 80, 90, 60, 70, 80 ഇങ്ങനെ പ്രിന്റ് ആവും. ഓക്കെ ടീച്ചർ. ഇവിടെ ഒരു സ്ലാഷ് എന്നും കൂടെ കൊടുത്തു. ഇവിടെ ഒരു പെർസെന്റേജ് ഡി കഴിഞ്ഞ സ്ലാഷ് എൻ ആ മാർക്സ് ഓഫ് ഐ മാർക്സ് ഓഫ് ഐ കഴിഞ്ഞല്ലേ? ആ ആ എന്നിട്ട് റിട്ടേൺ 0 കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ റിട്ടേൺ 0 ക്ലോസിംഗ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഓക്കെ ടീച്ചർ. ഇത് ഒരു തരത്തിലുള്ള ഡിക്ലറേഷൻ. ആ വേറൊരു തരത്തിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ടീച്ചർ ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നത്? ഇതാ ഞാനിപ്പോ പറഞ്ഞത്, ആവറേജ് ഓഫ് ആവറേജ് കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. അല്ല ടീച്ചർ ഇത് ഇത് ജസ്റ്റ് സോറി മറ്റേ 5 മാർക്സ് ഡിക്ലെയർ ചെയ്യാം. ഓക്കെ അറേ യൂസ് ചെയ്തിട്ട് 5 മാർക്ക് കൊടുക്കാനാണ്. 5 മാർക്കുകൾ എൻട്രി ഓക്കെ ടീച്ചർ. പ്രിന്റ് ചെയ്യിക്കാൻ. ടീച്ചർ അപ്പൊ ക്വസ്റ്റ്യനിൽ പറയോ അറേ ഉപയോഗിച്ച് ചെയ്യണോ? അറേ ആണെങ്കിൽ ക്വസ്റ്റ്യൻ പറയും. ഓക്കെ ഇങ്ങനെ പറയും ചിലപ്പോൾ സി പ്രോഗ്രാം ടു ഡിക്ലെയർ ആൻഡ് ഇനീഷ്യലൈസ് ആൻ അറേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും. അപ്പൊ നമ്മൾ അറേ യൂസ് ചെയ്ത് എടുക്കാൻ പാടും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോ ഈ മാർക്ക് ഇപ്പൊ നമ്മൾ കൊടുത്തതിന് വേറൊരു രീതി ചെയ്യാം. ഇന്റെ മാർക്സ് എന്നിട്ട് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈക്വൽ ടു എന്നിട്ട് ഇങ്ങനെ പാരന്തസിസ് ബ്രാക്കറ്റ് ഇട്ടിട്ട് 20, 30, 50, 40, 80 ഇങ്ങനെ കൊടുക്കാം. കണ്ടോ? ഇത് വേറൊരു മെത്തേഡ് ഓഫ് ഡിക്ലറേഷനാണ്. ഇത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനീഷ്യലൈസേഷൻ ഇൻപുട്ടിങ് അങ്ങനെയുള്ള കൊടുക്കുന്ന സമയത്തൊന്നും ഇതിനെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് പിന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കണമെങ്കിൽ മാത്രം ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ സോർട്ടിങ് ആണ്. അറേയുടെ ഒരു മെയിൻ സാധനമാണ് സോർട്ട് ചെയ്യുക എന്ന് പറയും. സോർട്ടിങ് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ വാല്യൂവിനെ നമുക്ക് എടുക്കുന്നതിനെയാണ് നമ്മൾ സോർട്ടിങ് എന്ന് പറയുക. ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് സോർട്ടിങ് ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ മെയിൻ സാധനമാണ് ബബിൾ സോർട്ട് എന്ന് പറയും. ബബിൾ സോർട്ട് ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, സോർട്ടിങ്. അപ്പൊ സോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? അറേഞ്ച്മെന്റ് ചെയ്യുക, അസെൻഡിങ് ഓർഡറിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റേനെ എടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അതിനകത്ത് ഞാൻ മെയിൻ ഹാഷ് ഇൻക്ലൂഡ് stdio കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വോയിഡ് മെയിൻ കൊടുത്തു. വോയിഡ് മെയിൻ കണ്ടല്ലോ. അത് ഇവിടെ വോയിഡ് കൊടുക്കാൻ കാരണം എന്തോ? അല്ല ഇതിപ്പം നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്, ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് അറേയിൽ ഫംഗ്ഷൻ ആണോ? അറേയുടെ ഫംഗ്ഷൻ. അപ്പം മറ്റേ മാർക്സിന്റെ ഇതില് ഇത് കൊടുക്കണ്ടായിരുന്നു? എന്ത് മെയിൻ ഫംഗ്ഷനോ? ഫംഗ്ഷൻ പറഞ്ഞായിരുന്നല്ലോ. അല്ല മെയിലിൽ പറഞ്ഞില്ല. ഞാൻ മെയിൻ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞില്ലായിരുന്നു. മെയിൻ ഫംഗ്ഷന് താഴെയാണ് i = 0 ആദ്യം നമ്മൾ കൊടുത്ത മാർക്ക് 5 എന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊടുത്തില്ല ഇപ്പം. ആ മാർക്ക് ഈക്വൽ ടു അല്ല മാർക്സ് ഓഫ് 5 ആ ഡിക്ലറേഷൻ ചെയ്തില്ലേ? അതിന് മേളിൽ കൊടുക്കണോ ടീച്ചർ? ഇതിന്റെ മേളില് മെയിൻ കൊടുക്കണം. ഹെഡർ ഫയലും മെയിൻ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് വീണ്ടും പറയണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത്. മെയിൻ ഫംഗ്ഷൻ ഇല്ലാതെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല കേട്ടോ. അറേയിൽ എപ്പോഴും മെയിൻ എല്ലാത്തിലും എല്ലാ പ്രോഗ്രാമിലും മെയിൻ ഫംഗ്ഷൻ വേണം. ഒരു മെയിൻ ഫംഗ്ഷൻ ഇല്ലാത്ത ഒരു വോയിഡ് വേണ്ടത് അറേയില് അല്ല. എല്ലാ ഫംഗ്ഷൻസിനും മെയിൻ ഫംഗ്ഷൻ. വോയിഡ് മെയിൻ അല്ല. ചിലതിന് ഇന്റ് മെയിൻ അല്ലേ? ഇന്റ് മെയിൻ അത് നമ്മൾ ഇന്റീജർ വാല്യൂസ് ഒക്കെ മാത്രമേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്റീജർ അങ്ങനെ സെപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല. വോയിഡ് മെയിൻ കൊടുത്തേക്കാം. വോയിഡ് മെയിൻ കൊടുത്താൽ എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഇന്റീജർ ടൈപ്പ് മാത്രമേ ഉള്ളൂ വാല്യൂ ആക്സസിംഗ് ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇന്റീജർ മെയിൻ ഉപയോഗിക്കുള്ളൂ. ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ വോയിഡ് മെയിൻ ആണ്. മനസ്സിലായോ? ഏത് പ്രോഗ്രാമിലും അവിടെ എറോ അങ്ങനെയൊന്നും വരില്ല. ഇപ്പൊ ഇന്റ് മെയിൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റീജർ വാല്യൂസിന് മാത്രം ഉള്ളെങ്കിൽ നമുക്ക് ഇന്റീജർ മെയിനും ഉപയോഗിക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കാം. വോയിഡ് മെയിൻ കൊടുത്തു. എന്നിട്ട് ഞാൻ ഇന്റ് ഇപ്പൊ നമ്മൾ സോർട്ടിങ് ആട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്റ് 2 ലൂപ്പ് നമ്മൾ കൊടുക്കണം. i, j പിന്നെ ഒരു ടെമ്പററി വേരിയബിൾ കൊടുത്തു. ഇത്രയും കൊടുത്തു. i, jയും പിന്നെ ഒരു ടെമ്പററി വേരിയബിൾ കൊടുത്തു. ഞാനൊരു അറേ ഡിക്ലെയർ ചെയ്തു. ഇന്റ് a of 10 കണ്ടോ, ഒരു അറേ കൊടുത്തു. എന്നിട്ട് അതിനകത്ത് ഞാൻ ഇങ്ങനെ ഇപ്പൊ സപ്പോസ് എ എന്ന് പറഞ്ഞ അറേയുടെ പേര്. ഞാൻ തൊട്ട് മുമ്പ് നമ്മൾ മാർക്സ് എന്ന് കൊടുത്തില്ലേ? അത് ആ അറേയുടെ പേരായിരുന്നു.
അതുപോലെ ഓക്കെ. ഇവിടെ നമ്മൾ എ എന്ന് പറഞ്ഞ ഒരു പേരില് ഒരു 10 ഉം. വേരിയബിളിനെ കൊടുക്കുക. അപ്പൊ ഒരു 9,7, 101, 23 ഓർഡറിൽ മാറ്റി കൊടുത്തേക്കുക. 44 ഇപ്പൊ സിമിലർ 12 കൊടുത്തു, 78 കൊടുത്തു, 34 കൊടുത്തു, 23 കൊടുത്തു, അങ്ങനെ ഉം. നമ്മൾ അറേനെ ഡിക്ലെയർ ചെയ്തു. ഉം. ഇങ്ങനെ കൊടുത്തു. ആ. ക്ലിയർ ആയില്ല? ആ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ട് താഴെ ഫോർ ലൂപ്പ് കൊടുത്തു. വീണ്ടും ഒരു ഫോർ ലൂപ്പ് കൊടുക്കാം. ഉം. നമ്മൾ ഫോർ ലൂപ്പിന്റെ ഇവിടെ ഇപ്പൊ എത്രയാ സൈസ് പറഞ്ഞേക്കണേ? 10 അല്ലേ? അപ്പൊ പത്ത്. i ഈക്വൽ 0, ഫോർ ലൂപ്പിനകത്ത് i ഈക്വൽ 0, i ഉം. ലെസ് ദാൻ 10, ഉം. i ലെസ് ദാൻ 10, i പ്ലസ് പ്ലസ്, ഉം. i ലെസ് ദാൻ 10, i പ്ലസ് പ്ലസ്. ഉം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആ. പിന്നെ 4, പിന്നെ 4 ആണ്. ഒരു 4 അവിടെ കൊടുക്കും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് അടുത്ത ആ. 4. ലൈനിൽ ഒരു 4 കൊടുക്കുക. j ഈക്വൽ i പ്ലസ് 1, j is equal to i plus 1. i പ്ലസ് 1, കോമ, അല്ല സോറി, സെമി കോളൻ, j ലെസ് ദാൻ 10, j പ്ലസ് പ്ലസ്. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. പിന്നെയും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഈഫിനകത്ത് എന്തിനാ ടീച്ചർ? ഈഫ് കണ്ടീഷൻ വന്നു. ഞാൻ എഴുതി കണ്ടു. ഈഫിനകത്ത് എ ഓഫ് ജെ, എ ഈഫിനകത്ത് ബ്രാക്കറ്റ് ഇത് കാണിച്ചു തരാം. ഇഫ് ഇങ്ങനെ കൊടുത്തു. ഇവിടെ ബ്രാക്കറ്റ്, ഇഫ് ബ്രാക്കറ്റ് എഴുതാൻ പറ്റും. ഇഫിനകത്ത് ബ്രാക്കറ്റ് കൊടുക്കാം. എന്നിട്ട് എ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ എ ഓഫ് ഐ ആണ്. ഇങ്ങനെ കണ്ടോ? ഇഫ് എ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ എ ഓഫ് ഐ ആണ്. ഇങ്ങനെ കൊടുക്കാനുള്ള അർത്ഥം എന്തോ? ഇത് പറയാം. ഇതിപ്പോ നമ്മൾ ചെയ്യുന്ന എന്നാന്നാ ഞാൻ പറഞ്ഞത്, അസെൻഡിങ് ഓർഡറിൽ സെർച്ച് ചെയ്യുക. നമ്മൾ അസെൻഡിങ് ഓർഡർ ചെയ്യുവാണ്. നമ്മൾ കൊടുത്തിരിക്കുന്ന എലമെന്റിനെ എല്ലാം ചെറുത് തൊട്ട് വലുത് വരെ ആക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഐയില ആദ്യത്തെ വാല്യൂ എല്ലാം കിടക്കുന്നത്. രണ്ടാമത്തെ നമ്മള് ജെ ലൂപ്പാ കൊടുത്തേക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഐയിൽ കിടക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് ഇപ്പൊ അറിയാലോ. അതെല്ലാം നമ്മൾ ഇങ്ങനെ നേരത്തെ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ജെ ഐയിൽ കിടക്കുന്ന ആദ്യത്തെ രണ്ട് വാല്യൂ 10ഉം 9ഉം ആണെങ്കിൽ അത് കമ്പയർ ചെയ്യും. 9നേക്കാളും വലുതാണോ, അല്ല സോറി 10നേക്കാളും വലുതാണോ 9 എന്ന് നോക്കും. കണ്ടോ? എ ഓഫ് ജെ എന്ന് പറയുന്നത് 9ഉം എ ഓഫ് ഐ എന്ന് പറയുന്നത് 10ഉം ആണ്. അപ്പൊ 9 ഗ്രേറ്റർ ദാൻ 10 ആണ് നോക്കും. അതിനു വേണ്ടിയാണ് ഈ ലൂപ്പ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഈ കണ്ടീഷൻ ശരിയായ മാത്രം ഇങ്ങോട്ട് പോകും. അപ്പൊ ഈ കണ്ടീഷൻ ശരിയാണ്. അപ്പൊ നമ്മള് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വന്നിട്ട് എ ഓഫ് ഐയിൽ കിടക്കുന്ന വാല്യൂ ഇവിടെ സ്റ്റോർ ആവും. സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചു തരാം. 10ഉം 9ഉം ആദ്യത്തെ രണ്ട് നമ്പർ. ഈ 10ഉം 9ഉം കമ്പയർ ചെയ്യും. 9നേക്കാൾ വലുതാണോ 10 നോക്കും. അതെ, ടീച്ചർ അല്ല, ജെ എന്ന് പറയുന്നത് 9 അല്ലേ? അപ്പൊ ജെ എന്ന് പറഞ്ഞാൽ ജെ എന്ന് പറയുമ്പോ 9 അല്ലേ? ഐ എന്ന് പറഞ്ഞാൽ 10. ഇവിടുത്തെ കേസിൽ ആദ്യം 10ഉം പിന്നെ 9ഉം അല്ലേ കിടക്കുന്നത്. അപ്പൊ ജെ എന്ന് പറയുന്നത് 10ഉം 9 ഗ്രേറ്റർ ദാൻ 10 ആണ് നോക്കും. 10നേക്കാളും ഗ്രേറ്റർ അല്ലല്ലോ അവിടെ. അപ്പൊ അവിടെ അത് ഫിറ്റ് ചെയ്യും. അവിടെ തന്നെ ഇടും അത്. പിന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് 9ഉം 7 കമ്പയർ ചെയ്യും. അപ്പൊ 7നേക്കാൾ ഗ്രേറ്റർ ആണോ 9 നോക്കും. അതെ അല്ലെ? അപ്പൊ അവിടെ ഈ സ്റ്റെപ്പ് ഇവിടെ വന്നിട്ട് അത് ഇന്റർചേഞ്ച് ചെയ്യും. അതായത് എ ഓഫ് ഐയിൽ കിടക്കുന്ന വാല്യൂ ടെമ്പററി ആയിട്ട് ഒരു വേരിയബിളിലേക്ക് പോകും. അതായത് 9ന്റെ വാല്യൂ ഒരു ടെമ്പററി ആയിട്ട് ഒരു സ്റ്റോർ ചെയ്യും. ജെയുടെ വാല്യൂ അതായത് 7 എ ഓഫ് ഐയിലേക്ക് പോരും. എന്ന് വെച്ചാൽ 9 നിന്ന പൊസിഷനിലേക്ക് 7 വരും. 7 നിന്ന പൊസിഷനിലേക്ക് 9ഉം പോകും. എന്നിട്ട് എ ഓഫ് ജെ ഈക്വൽ ടു ഇതാട്ടോ ആ സ്റ്റെപ്പ്. ടെമ്പററി കിടക്കുന്ന സാധനത്തിനെ എടുത്ത് ആർക്ക് കൊടുക്കും? നമ്മള് എ ഓഫ് ജെ കൊടുക്കും. ക്ലിയർ ആയല്ലോ? പിന്നെ ആ ബ്രാക്കറ്റ് ഇങ്ങോട്ട് 3 ക്ലോസ് ചെയ്യും.
കഴിഞ്ഞിട്ട് സോർട്ടഡ് എലമെന്റ് പ്രിന്റ് ചെയ്യിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ കൊടുത്താൽ നമ്മുടെ പ്രോഗ്രാം തീരും. അപ്പൊ പ്രിന്റ് എഫിൽ നമ്മൾ അതിന്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് പ്രിന്റ് എഫിൽ ഇങ്ങനെ കൊടുക്കാം, സോർട്ടഡ് എലമെന്റ് ഈസ് സോർട്ടഡ് എലമെന്റ്സ് ആർ എന്ന് കൊടുക്കും. സോർട്ടഡ് എലമെന്റ്സ് ആർ ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് നമ്മൾ ഫോർ ലൂപ്പ് കൊടുത്തിട്ട് i equal to 0, i less than 10, i plus plus ഇങ്ങനെ കൊടുത്തു. കൊടുത്തില്ലേ? അത് കഴിഞ്ഞാൽ പ്രിന്റ് എഫിൽ പെർസെന്റേജ് ഡി കൊടുത്തിട്ട് കോമ എ ഓഫ് ഐ കൊടുത്താണ്. പെർസെന്റേജ് ഡി എ ഓഫ് ഐ ഉണ്ടോ? അതിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ സോർട്ട് ചെയ്തിട്ടുള്ള എലമെന്റ്സിന്റെ ലിസ്റ്റിനെ എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു ലൂപ്പിലൂടെ വേണം വിളിക്കാൻ, കാരണം ഒരു വാല്യൂ അല്ല ഉള്ളത്, ഒന്നിലധികം വാല്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എന്താണ്, ഐ സ്റ്റാർട്ട് ചെയ്യുന്ന 0-ൽ ഐ എവിടെ വരെ പോകണം, ലെസ് ദാൻ 10 വരെ പോകണം, ഐ പ്ലസ് പ്ലസ് ഓരോന്ന് വെച്ച് ഇൻക്രിമെന്റ് ചെയ്യണം. എന്നിട്ട് പ്രിന്റ് എഫിലെ പെർസെന്റേജ് ഡി /n എ ഓഫ് ഐ അത്രയും ചെയ്താൽ മതി. അപ്പം പെർസെന്റേജ് ഡി കൊടുത്ത് പ്രിന്റ് എഫിലെ പെർസെന്റേജ് ഡി കോമ എ. പ്രിന്റ് എഫിന് താഴെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണോ? ബ്രാക്കറ്റ് രണ്ടെണ്ണം ഉണ്ട്, കാരണം ഫോർ ലൂപ്പിന്റെ ഒരു ബ്രാക്കറ്റും മെയിന്റെ ഒരു ബ്രാക്കറ്റും ഉണ്ട് ക്ലോസ് ചെയ്യാൻ. മനസ്സിലായല്ലേ? അപ്പൊ രണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പത്തേക്കും ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് സോർട്ടഡ് എലിമെന്റ്സ് അവിടെ കിട്ടും. അതായത് അറേഞ്ച്മെന്റോ കമ്പയർ ചെയ്ത് ഇതിനെ നമ്മൾ ബബിൾ സോർട്ട് എന്ന് പറയും. അതായത് 10ഉം 9ഉം കമ്പയർ ചെയ്ത് ഇങ്ങനെ ചെറിയ നമ്പേഴ്സ് എല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്ന് ഇങ്ങനെ പോകും. കമ്പയർ ചെയ്യും ഒരു ട്രിപ്പ് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ ഉള്ളത് പിന്നെ ഒന്നേന്ന് തുടങ്ങും വീണ്ടും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് 10ഉം അടുത്ത നമ്പറും കമ്പയർ ചെയ്യും. അങ്ങനെ കമ്പയർ ചെയ്ത് ഫസ്റ്റ് ഇങ്ങനെ പോയി വന്ന് ലെഫ്റ്റിലേക്ക് വരും, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഇത് സോർട്ടിങ് ഓഫ് ആൻ എലമെന്റ്. ഇങ്ങനെ എഴുതിയാൽ മതി. സോർട്ട് ദ അറേ ഇൻ അസെൻഡിങ് ഓർഡർ. റൈറ്റ് എ പ്രോഗ്രാം ടു സോർട്ട് an array in ascending order. ഓക്കെ. ഡിസെൻഡിങ് വരുമോ? ഡിസെൻഡിങ്ങും ഉണ്ട്, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡും ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ഡേ പറയാം. എല്ലാം കൂടെ ഡിസെൻഡിങ്ങും അസെൻഡിങ്ങും എല്ലാം. ഓക്കെ. അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ അല്ലെ? അതുകൊണ്ട് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. ഓക്കെ. Okay. ഓക്കെ, ബൈ.